മിഡ് നൈറ്റ് പ്രയർ അഥവാ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയുടെ ചില മർമ്മങ്ങളെക്കുറിച്ച് നമുക്കിന്നൊന്ന് മനസ്സിലാക്കാം. ഈ അർദ്ധരാത്രി എന്നത് ഒരു ദിവസം അവസാനിക്കുകയും മറ്റൊരു ദിവസം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു അതിർത്തിയാണ്. ഇന്ന് എന്ന ദിവസം അവസാനിക്കുകയും നാളെയുടെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടൈമാണ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത്. അപ്പസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലനും സീലാസും തടവറയിലായിരുന്നു എന്ന് വചനം പറയുന്നു. അവരുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടിരുന്നു, ശരീരത്തിൽ അടിയേറ്റിരുന്നു, സാഹചര്യങ്ങളൊക്കെ ഇരുണ്ടിരുന്നു, വാതിലുകളെല്ലാം അടഞ്ഞിരുന്നു. എന്നാൽ വചനം പറയുന്നു, അർദ്ധരാത്രിയിൽ പൗലോസ് അപ്പസ്തോലനും സീലാസും പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ഉടനെ വലിയ ഒരു ഭൂകമ്പമുണ്ടായി, തടവറയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകൾ തുറന്നു വന്നു, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി. ഹല്ലേലൂയ. അപ്പോൾ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ചിലർ ചോദിക്കും, ഈ അർദ്ധരാത്രി 12 മണിക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം കേൾക്കുന്ന ഒരു ദൈവമാണോ വിശുദ്ധ ബൈബിളിലെ ദൈവം എന്ന് സാധാരണയായി ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാം. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ചൊരു വ്യക്തത നമുക്കൊന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം രാത്രി 12 മണിക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം കേൾക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ദൈവം ഏത് സമയത്തും തൻ്റെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കുന്ന നല്ല ദൈവമാണ്. എന്നാൽ ഈ അർദ്ധരാത്രി പ്രാർത്ഥനയുടെ ശക്തി അത് ഈ സമയത്തിനകത്തല്ലിരിക്കുന്നത്, അത് സമർപ്പണത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അതിൻ്റെ ശക്തി ഒരു ആചാരത്തിലല്ല, അതിൻ്റെ ആത്മീയ ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഉറക്കം ത്യജിച്ച് ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് വെക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. ഈ സങ്കീർത്തനം 119-ാം അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നൊരു വാക്യമുണ്ട്, അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കുവാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. അപ്പോൾ ഇവിടെ ദാവീദിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ദാവീദ് ഒരു പ്രശ്നം വന്നപ്പോൾ മാത്രമല്ല അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നത്, ദൈവത്തെ സ്തുതിക്കാൻ എഴുന്നേറ്റു, ദൈവത്തിൻ്റെ ന്യായവിധികളെ ഓർമ്മിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു, സത്യദൈവത്തെ ആരാധിക്കാൻ എഴുന്നേറ്റു. ഇനി അർദ്ധരാത്രി അഥവാ മിഡ് നൈറ്റ് എന്ന് പറയുന്നത് ആത്മീയ മാറ്റങ്ങൾ തുടങ്ങുന്ന സമയമാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത് അർദ്ധരാത്രിയിലെ ന്യായവിധിയിലൂടെയായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തം തകർന്നു തുടങ്ങിയ സമയം മിഡ് നൈറ്റ് ആയിരുന്നു, അർദ്ധരാത്രിയായിരുന്നു. ഫറവോൻ്റെ കഠിനമുള്ള ഹൃദയം തകർന്നത് അർദ്ധരാത്രിയായിരുന്നു. ദൈവജനത്തിൻ്റെ പുറപ്പാട് ആരംഭിച്ച സമയം അർദ്ധരാത്രിയായിരുന്നു. ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. ആ സത്യം എന്ന് പറയുന്നത്, ചില ബന്ധനങ്ങൾ പകലിൻ്റെ ശബ്ദത്തിലല്ല അഴിയുന്നത്, രാത്രി ദൈവസന്നിധിയിലുള്ള രഹസ്യ പ്രാർത്ഥനയിലാണ് ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നത്. ചില അടിമത്തങ്ങൾ മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുമ്പോൾ മാത്രമാണ് അത് അവസാനിക്കുന്നത്. ചില ഇവിൾ സൈക്കിളുകൾ, പൈശാചിക പാറ്റേണുകൾ അവസാനിക്കുന്നത് അർദ്ധരാത്രിയിലെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിലാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ പൗലോസും സീലാസും എന്ത് ചെയ്തു? അവർ പരാതി പറഞ്ഞില്ല, അവർ ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല, അവർ ശത്രുവിനെ മാത്രം നോക്കിയില്ല, അവർ പ്രാർത്ഥിച്ചു, അവർ പാടി, അവർ ദൈവത്തെ സ്തുതിച്ചു. ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടിരുന്നു, കൈകൾ ബന്ധിക്കപ്പെട്ടിരുന്നു, പക്ഷെ എന്താണ്, അവരുടെ ആത്മാവ് മാത്രം ബന്ധിക്കപ്പെട്ടിരുന്നില്ല. അവരുടെ ശരീരം തടവറയിലായിരുന്നു, പക്ഷെ അവരുടെ ആരാധന സ്വർഗത്തിലെത്തിയിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഭൂകമ്പമുണ്ടായി, തടവറയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകൾ തകർന്നു വീണു, എല്ലാവരുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു എന്ന് വചനം പറയുന്നു. ഇവിടെ ശക്തമായ മറ്റൊരു വെളിപ്പാടുണ്ട്. നമ്മുടെ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന നമ്മളുടെ ബന്ധനങ്ങൾ മാത്രമല്ല പൊട്ടിക്കുന്നത്, ചുറ്റുമുള്ളവരുടെയും ബന്ധനങ്ങൾ പൊട്ടിക്കുവാൻ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പൗലോസും സീലാസും പാടിയത് അവരുടെ വിടുതലിന് വേണ്ടി മാത്രമായിരുന്നില്ല, തടവറയിലെ എല്ലാവർക്കും ആ പ്രാർത്ഥനയുടെ, ആ സ്തുതിയുടെ ഫലം ലഭിക്കുവാൻ ഇടയായി. ഒരമ്മയുടെ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന മകൻ്റെ ചങ്ങലകളെ അഴിച്ചു മാറ്റും. ഒരു പിതാവിൻ്റെ അർദ്ധരാത്രിയിലെ നിലവിളി മകളുടെ ഡെസ്റ്റിനിയെ സൂക്ഷിക്കും. ഒരു ഭാര്യയുടെ രഹസ്യത്തിലുള്ള പ്രാർത്ഥന ഭർത്താവിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കാൻ കാരണമാകും. ഒരു ശുശ്രൂഷകൻ്റെ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ഒരു സഭയുടെ അന്തരീക്ഷത്തെ തന്നെ മാറ്റിയേക്കാം. നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു എന്ന് കരുതരുത്. നമ്മളുടെ പ്രാർത്ഥന ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തെ കുലുക്കും, ഒരു തലമുറയുടെ ചങ്ങലകളെ പൊട്ടിക്കുന്ന പ്രാർത്ഥനയായി മാറും. ഇനിയും അർദ്ധരാത്രിയിൽ ഉയരുന്ന സ്തുതി ഇരുട്ടിൻ്റെ ശക്തികളെ തകർക്കും. പൗലോസും സീലാസും പ്രാർത്ഥിച്ചു, അതോടൊപ്പം അവർ ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് ദൈവവചനം പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥന ശത്രുവിനെ തകർക്കും, അതിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ സ്തുതി ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും എഴുന്നേൽപ്പിച്ച് നിർത്തും. നമ്മൾ സ്തുതിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ സാഹചര്യം ഇരുണ്ടതാണ്, പക്ഷേ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. എൻ്റെ ശരീരം ക്ഷീണിച്ചു, പക്ഷേ എൻ്റെ ആത്മാവ് ഒരിക്കലും കീഴടങ്ങുകയില്ല. എൻ്റെ വാതിലുകളൊക്കെ അടഞ്ഞിരിക്കുന്നു, പക്ഷെ സ്വർഗം അടഞ്ഞിട്ടില്ല. എൻ്റെ കാലുകളൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ എൻ്റെ ആരാധനയെ ആർക്കും ബന്ധിക്കുവാൻ സാധിക്കത്തില്ല. സ്തുതി ഇരുട്ടിൻ്റെ ഭാഷയെ തന്നെ മാറ്റും. ഇരുട്ട് പറയുന്നത് എല്ലാം കഴിഞ്ഞു, പക്ഷെ സ്തുതി പറയും ദൈവം ഇപ്പോഴും സിംഹാസനത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിരിക്കുന്നു. ഇരുട്ട് പറയുന്നത് നിങ്ങൾ തോറ്റുപോയി, പക്ഷെ സ്തുതിക്കുമ്പോൾ പറയുന്നത് യഹോവ എൻ്റെ യുദ്ധവീരൻ. ഇരുട്ട് പറയുന്നത് നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു, പക്ഷെ സ്തുതി പറയുന്നത് എന്താണ്? ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. അപ്പോൾ അർദ്ധരാത്രിയിൽ ഉയരുന്ന സ്തുതി തടവറയ്ക്കുള്ളിൽ ഒരു സ്വർഗീയ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഇനി അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന ഒരു വിളിയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, അർദ്ധരാത്രിയിൽ ഒരു നിലവിളി ഉണ്ടായി, ഇതാ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കാൻ പുറപ്പെടുവിൻ എന്നൊരു വിളിയുണ്ടായി. അപ്പോൾ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന വെറും പ്രശ്ന പരിഹാരത്തിനുള്ള പ്രാർത്ഥനയല്ല, അത് മണവാളനെ കാത്തിരിക്കുന്ന മണവാട്ടിയുടെ ഒരു ജാഗ്രതയാണ്. അവസാന കാലത്ത് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്നത് പ്രശ്നം തീർക്കുവാൻ വേണ്ടി മാത്രമല്ല, സഭയെ ഉണർത്തുവാൻ വേണ്ടിയാണ്. ഇന്ന് പലരും ആത്മീയമായി ഉറങ്ങിക്കിടക്കുകയാണ്. സഭയിൽ വരുന്നു, പക്ഷെ ഹൃദയം ഉറങ്ങിക്കിടക്കുന്നു. വചനം കേൾക്കുന്നു, പക്ഷെ ആത്മാവ് ഉറങ്ങിക്കിടക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ ആദ്യ സ്നേഹം എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥന ചെയ്യുന്നു, പക്ഷെ ഒരു സ്ഥിരതയില്ല, ജാഗ്രതയില്ല. അപ്പോൾ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന പറയുന്നത് എന്താണ്? ഉണരുക, എണ്ണ പരിശോധിക്കുക, വിളക്ക് കത്തിക്കുക, മണവാളൻ വരുന്നു, നിന്റെ ജീവിതം മണവാളനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുക്കുക. അപ്പോൾ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ചെയ്യുന്നവർ അവസാന കാലത്തെ വാച്ചേഴ്സാണ്, ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അവർ സ്വന്തം ഒരു അനുഗ്രഹത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കുന്നവരല്ല, മണവാളൻ്റെ വരവ് കാത്തിരിക്കുന്ന യഥാർത്ഥ മണവാട്ടിയാണ്. ഇനി അർദ്ധരാത്രിയിലെ പ്രാർത്ഥന അടഞ്ഞ വാതിലുകളെ തുറക്കാനുള്ള ഒരു ആത്മീയ താക്കോലാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു കർത്താവ് അർദ്ധരാത്രിയിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ അപ്പം ചോദിച്ചു. അപ്പം ആദ്യം വാതിൽ തുറന്നില്ല. അകത്തുള്ളവൻ പറഞ്ഞെന്താണ്? വാതിൽ അടഞ്ഞിരിക്കുന്നു, എൻ്റെ മക്കൾ എന്നോടൊപ്പം ഉറങ്ങുന്നു, ഞങ്ങളെല്ലാം ഉറങ്ങുകയാണ്, അതിനെ തുറക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ആ മനുഷ്യനുണ്ടോ? പിന്മാറിയില്ല. അവൻ്റെ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടേയിരുന്നു. അവൻ്റെ സ്ഥിരത കാരണം അവൻ ആവശ്യപ്പെട്ടത് അവന് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശു കർത്താവ് നമ്മളെ പ്രാർത്ഥനയുടെ സ്ഥിരതയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അർദ്ധരാത്രിയിലെ പ്രാർത്ഥന എന്നത് ഒരു ദിവസം പ്രാർത്ഥിച്ചു ഉടനെ പിറ്റേ ദിവസം എല്ലാം നമുക്ക് ലഭിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. വീണ്ടും വീണ്ടും മുട്ടുന്ന ഒരു വിശ്വാസമാണ്, വീണ്ടും വീണ്ടും അന്വേഷിക്കാനുള്ള ഒരു ആത്മീയ ദാഹമാണ്, വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരാശ്രയമാണ്, വീണ്ടും ദൈവസന്നിധിയിൽ വരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ചില വാതിലുകൾ ഒരു പ്രാർത്ഥനയിൽ തുറക്കും, ചില വാതിലുകൾ തുടർച്ചയായ മുട്ടൽ. യു ഹാവ് ടു കീപ് നോക്കിംഗ്. ഹല്ലേലൂയ. അപ്പം ചില ബന്ധനങ്ങൾ ചിലപ്പോൾ ഒരു പ്രാർത്ഥനയിൽ തകരും, ചില കോട്ടകൾ സ്ഥിരമായ യുദ്ധത്തിലെ തകർന്നു മാറുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചു, ഇന്ന് ഒരു മാറ്റവും കണ്ടില്ല എന്ന് പറഞ്ഞ് പിന്മാറരുത്. അർദ്ധരാത്രിയിലെ മനുഷ്യനെ പോലെ മുട്ടിക്കൊണ്ടിരിക്കുക. ദൈവം നിങ്ങളുടെ സ്ഥിരതയെ കാണുന്നു, നിങ്ങളുടെ കണ്ണുനീരിനെ യേശു കാണുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയെ കർത്താവ് പരീക്ഷിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ കർത്താവ് രൂപപ്പെടുത്തും. ഇനി അർദ്ധരാത്രിയിലെ പ്രാർത്ഥന കുടുംബവാതിലുകളെ സംരക്ഷിക്കുന്ന കാവൽക്കാരൻ്റെ ശുശ്രൂഷയാണ്. യെശയ്യായുടെ പുസ്തകം 62-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളുടെ മേൽ കാവൽക്കാരെ ആക്കി വച്ചിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അപ്പം കാവൽക്കാരൻ എന്നത് അപകടം വന്നതിന് ശേഷം കരയുന്ന ഒരുവനല്ല, അപകടം വരുന്നതിന് മുമ്പ് അത് കാണുന്നവനാണ് യഥാർത്ഥ കാവൽക്കാരൻ. കാവൽക്കാരൻ ഉറങ്ങുമ്പോൾ മതിലുകൾ ദുർബലമാകും. ജാഗ്രതയോടെ നിൽക്കുന്ന ഒരു കാവൽക്കാരനുണ്ടെങ്കിൽ ആ നഗരം സംരക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓരോ വീട്ടിലും ഓരോ ആത്മീയ കാവൽക്കാർ വേണം. മാതാപിതാക്കൾ കാവൽക്കാരാകണം, ശുശ്രൂഷകർ കാവൽക്കാരാകണം, സഭാ നേതാക്കൾ കാവൽക്കാരാകണം. അപ്പോൾ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയിൽ നമ്മൾ പറയണം, കർത്താവേ, എൻ്റെ വീടിൻ്റെ വാതിലുകൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പൊതിയണമേ, എൻ്റെ മക്കളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ ഡെസ്റ്റിനിയെ സൂക്ഷിക്കണമേ, രാത്രിയിൽ വരുന്ന ഭയത്തെ നീക്കണമേ, അദൃശ്യ ശക്തിയുടെ ആക്രമണങ്ങളെ തടയണമേ, എൻ്റെ വീട്ടിൽ ദൈവസാന്നിധ്യം നിലനിൽക്കട്ടെ.
ഹല്ലേലൂയ. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ആത്മീയമായി എഴുന്നേറ്റാൽ ആ വീട്ടിലെ അന്തരീക്ഷം മാറും, ആത്മീയ അന്തരീക്ഷം മാറും. ഇപ്പം എല്ലാവരും ഒരേ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് നിർബന്ധിക്കരുത്. നിങ്ങൾ ആദ്യം ഒരു കാവൽക്കാരനെ എഴുന്നേൽക്കുക. ദൈവം മറ്റുള്ളവരെയും ഉണർത്തുന്ന സത്യദൈവമാണ്. ആമേൻ. അപ്പോൾ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന സ്വപ്നങ്ങളുടെയും രാത്രി ആക്രമണങ്ങളുടെയും വാതിലുകൾക്ക് ഒരു മറുപടി നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. രാത്രിയിൽ വിശ്രമിക്കുന്ന സമയമാണ്, പക്ഷെ പലപ്പോഴും ഇന്ന് രാത്രി കാലങ്ങളിൽ പൈശാചിക ആക്രമണങ്ങൾ അനേകം പേർ നേരിടുന്നു. ചിലർക്ക് ചില ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, പീഡിപ്പിക്കുന്ന സ്വപ്നങ്ങൾ, അശുദ്ധമായ സ്വപ്നങ്ങൾ, ലൈംഗിക സ്വപ്നങ്ങൾ, ചില സ്പിരിറ്റുകൾ പിന്തുടരപ്പെടുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളാണ് പലപ്പോഴും രാത്രി കാലങ്ങളിൽ. അല്ലെങ്കിൽ പാമ്പുകളെ കാണുന്നു, മരിച്ചവരെ കാണുന്നു, അന്ധകാരത്തിൻ്റെ മേഖലയ്ക്കകത്ത് മറയുന്ന പോലുള്ള അവസ്ഥകൾ. അപ്പം എല്ലാ സ്വപ്നങ്ങളും പൈശാചികമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പല സ്വപ്നങ്ങളും ഒരു ആത്മീയ മുന്നറിയിപ്പാണ്. അത് പലപ്പോഴും പൈശാചിക ആക്രമണങ്ങളുടെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉണർന്നു പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല പൈശാചിക വാതിലുകളും അടയുവാനിടയാകും. അങ്ങനെ രാത്രിയിൽ അശുദ്ധമായ സ്വപ്നങ്ങൾ കാണുന്നവ, പീഡിപ്പിക്കപ്പെടുന്നവ പറയണം, എൻ്റെ ഉറക്കം യേശുക്രിസ്തുവിന് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ സ്വപ്നത്തിൻ്റെ വാതിലുകൾ ഞാൻ പരിശുദ്ധാത്മാവിന് ഭരമേൽപ്പിക്കുന്നു. എൻ്റെ മനസ്സ് യേശുക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നിറയട്ടെ. രാത്രിയിലെ ഭയത്തെ ഞാൻ യേശുവിൻ നാമത്തിൽ തിരസ്കരിക്കുന്നു. ഇനി അർദ്ധരാത്രി പ്രാർത്ഥന വളരെ ജ്ഞാനത്തോടും ക്രമത്തോടും വിശുദ്ധിയോടും കൂടെ തുടരേണ്ട ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ആ പ്രാർത്ഥനകൾ ചെയ്യരുത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ തകർക്കുന്ന രീതിയിൽ ആ പ്രാർത്ഥന നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ആരോഗ്യവും നമ്മുടെ കുടുംബക്രമവും ജോലി ഉത്തരവാദിത്തങ്ങളും അവഗണിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് ഒരു പ്രാർത്ഥന ചെല്ലണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം അനുസരിച്ച് ചില സീസണുകളിൽ ഈ മിഡ് നൈറ്റ് പ്രെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഉപവാസ കാലഘട്ടങ്ങളിൽ ഈ മിഡ് നൈറ്റ് പ്രെയർ വളരെ പ്രാധാന്യമുള്ളതാണ്. കുടുംബം വളരെ ശക്തമായ പൈശാചിക പീഡനത്തിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ ഈ ഒരു മിഡ് നൈറ്റ് പ്രെയർ അത്യാവശ്യമാണ്. ചില ആത്മീയ യുദ്ധത്തിൻ്റെ സീസണുകളിൽ ഈ ഒരു പ്രെയർ അത്യാവശ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് കാര്യങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസിലൂടെ മാത്രമേ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ഒരു പ്രാർത്ഥന ശൈലിയിലേക്ക് നിങ്ങൾ വരാവും. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഈ വർഷത്തെ നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ ഫിസിക്കൽ മീറ്റിങ്ങുകളെക്കുറിച്ച് വേഗം ഒന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ മീറ്റിങ്ങിൻ്റെ പേര് റീബിൽഡ് ആൻഡ് റൈസ് കോൺഫറൻസ് എന്നാണ്. 2 ദിവസങ്ങളിൽ 6 സെഷനുകളായിട്ടുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തിലെ മീറ്റിങ്ങുകൾ തിരുവല്ല, ട്രിവാൻഡ്രം, ചാലക്കുടി. പിന്നീട് മറ്റു മീറ്റിങ്ങുകൾ ഓസ്ട്രേലിയ, അയർലൻഡ്, ലണ്ടൻ, ലാറ്റ്വിയ, ഫിലാഡൽഫിയ, ഷിക്കാഗോ, ഹ്യൂസ്റ്റൺ, ദുബായ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്. പാരമ്പര്യ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, സാമ്പത്തിക ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ, മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയവയിൽ നിന്നുള്ള മോചനം, ആന്തരിക സൗഖ്യ ശുശ്രൂഷ, പൈശാചിക സ്വപ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഓയിൽ അഭിഷേക പ്രാർത്ഥന, സർപ്പശക്തികളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, ഇങ്ങനെ അനേകം വിടുതൽ മേഖലകളിലുള്ള 2 ദിവസത്തെ 6 സെഷനുകളായിട്ടുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ലിങ്കിൽ നിന്നിപ്പോൾ വാച്ച് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ എൻക്വയറികൾക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലൈവ് ശുശ്രൂഷകൾ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. അത് കടന്നു വന്ന് വിടുതലും സൗഖ്യമൊക്കെ നിങ്ങൾ പ്രാപിച്ചാട്ടെ. രജിസ്ട്രേഷൻ ലിങ്കുകൾ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഉറക്കത്തിലാണോ? എൻ്റെ വീട്ടിൽ ആത്മീയ കാവൽക്കാരനുണ്ടോ? ഞാൻ പ്രശ്നം വന്നപ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? എനിക്ക് അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിക്കാൻ അറിയാമോ? തടവറയിൽ പോലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം എന്നിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ഒരു കാവൽക്കാരനായി ഞാൻ നിൽക്കുന്നുണ്ടോ? എൻ്റെ സ്വപ്നങ്ങളുടെ വാതിലുകൾ പരിശുദ്ധാത്മാവിന് ഞാൻ ഭരമേൽപ്പിച്ചിട്ടുണ്ടോ? മണവാളൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയുടെ ഹൃദയം എനിക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും വിളിക്കുന്നു. ഭയത്തിലേക്കല്ല, ക്ഷീണത്തിലേക്കല്ല, ജീവിക്കുന്ന ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ, ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ആ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞാൻ ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്മയോടെ വരുന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ വീട്ടിൽ ആത്മീയ വാതിലുകൾ കാക്കുവാൻ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. പ്രശ്നങ്ങൾ വന്നപ്പോൾ മാത്രം അങ്ങേ അന്വേഷിച്ച് സ്നേഹത്താൽ നിന്നെ അന്വേഷിക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എന്നിൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകത്തെ കത്തിക്കണമേ. സ്തുതിയുടെ ശബ്ദം എന്നിൽ പുനഃസ്ഥാപിക്കണമേ. മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയുടെ ഒരു അഭിഷേകം എനിക്ക് നൽകണമേ. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, എൻ്റെ വീട്ടിലെ രാത്രികൾ ഇനിമേൽ ഭയത്തിൻ്റെ രാത്രികളാകില്ല, മറിച്ച് ശത്രുവിൻ്റെ തലയെ തകർക്കുന്ന രാത്രികളായി മാറും.
എൻ്റെ സ്വപ്നത്തിൻ്റെ വാതിലുകളിലൂടെ ഇനി സാത്താൻ പ്രവേശിക്കില്ല, മറിച്ച് അത് പരിശുദ്ധാത്മാവിനെ ഞാൻ സീൽ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളുടെ ഡെസ്റ്റിനി ദൈവത്തിൻ്റെ കൈകളിലാണെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ വരുന്ന എല്ലാ ഭയങ്ങളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. രാത്രിയിൽ വരുന്ന എല്ലാ പൈശാചിക സ്വപ്നങ്ങളുടെ വാതിലുകളും ഞാൻ അടച്ചു പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ ഉണ്ടാകുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങളും യേശുവിൻ നാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. രാത്രിയിൽ ഉണ്ടാകുന്ന എല്ലാ അദൃശ്യ ശക്തികളുടെ ആക്രമണങ്ങളെയും യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇരുട്ടിൻ്റെ ആത്മാക്കളെ യേശുവിൻ്റെ രക്തം തളിച്ച് ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ഭവനത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രാത്രി ഉറക്കത്തെ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രാത്രിയിലുള്ള ദൈവിക കമ്മ്യൂണിക്കേഷനുകളെ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളെയും യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭവനത്തിൻ്റെ അതിർവരമ്പുകളിൽ യേശുവിൻ്റെ രക്തം സ്പ്രിങ്കിൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മീയ മരവിപ്പിനെ മാറ്റണമേ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ തീയാൽ എന്നെ നിറയ്ക്കണമേ. രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഇൻ്റർസീഡ് ചെയ്യുവാൻ, ഒരു കാവൽക്കാരനെ പോലെ പ്രാർത്ഥിക്കുവാൻ എൻ്റെ മേൽ തീയുടെ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം ഈ സമയത്ത് ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തെ താഴ്ത്തി തരുന്നു, എൻ്റെ അഹങ്കാരത്തെ താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാറ്റിലും യേശുക്രിസ്തുവിൻ്റെ നാമം, യേശുക്രിസ്തുവിൻ്റെ രാജ്യം എന്നിലൂടെ വളരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് എൻ്റെ പ്രാർത്ഥനകളെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.